എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റിയ നല്ല 2 റെസിപ്പി കൂടിയാണ്. ചിക്കൻ സ്മോക്കി കോണും അതുപോലെ തന്നെ ചിക്കൻ ഹാഫ് മൂൺ പൈയും രണ്ടും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഹാഫ് മൂൺ പൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നല്ലോണം ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ സവാള ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ ഒന്നിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒന്നിക്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 6 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ചിക്കനെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാളയിലേക്ക് വേണ്ടിയുള്ള ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതിതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മൈദപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സായി ആ ഒരു പൊടിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഈ ഒരു രീതിയിലുള്ള ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് സ്നാക്ക് റെഡിയാക്കാനുള്ള ഡോ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ കുമ്പളകൾ വന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം ബട്ടറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബട്ടറൊക്കെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് വെള്ളത്തിന് 2.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പൊടിനെ നമ്മൾ വാട്ടിയെടുക്കലാണ്. നമ്മൾ പത്തിരിക്കെല്ലാം പൊടി വാട്ടിയെടുക്കൂലേ, അരിപ്പൊടി വാട്ടിയെടുക്കുന്നത് പോലെ മൈദപ്പൊടി ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇത് നന്നായിട്ട് കുഴക്കും, ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം.
പിന്നെ വെള്ളം കൂടുതലാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ടേനു ചൂട് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ചൂടെല്ലാം പോയി ചെറിയൊരു ചൂടാകുന്ന സമയത്ത് ഇതുപോലെ കൗണ്ടർ ടോപ്പ് മേലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചെറിയ ചൂടിൽ കുഴച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ വെള്ളത്തിൻ്റെ കുറവെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചായിട്ട് ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കാം, നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. പരത്താനെല്ലാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പീസ് ബൗളിൽ തന്നെ വെച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ ഇതുപോലത്തെ ബൗള് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കട്ടർ, സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മാവിത ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക. ഈ ഒരു മാവ് കളയൊന്നും വേണ്ട, വീണ്ടും ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് നമുക്ക് അത് വീണ്ടും ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനും ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ മുഴുവനും ഫില്ലിംഗ് എല്ലാം വെച്ച് ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. മുട്ടയിൽ മുക്കിയ കൈ ബ്രെഡ് ക്രംസിൽ യൂസ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കട്ട കെട്ടിയത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് പൊരിച്ചെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് നല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ 1 മാസം വരെയെല്ലാം സൂക്ഷിക്കാം. അപ്പോൾ കണ്ടെയ്നറിലാണ് വെക്കുന്നതെങ്കിൽ ഓരോ ലെയർ വെച്ചതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കവർ, നല്ല കവർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് പൊരിക്കാനുള്ളത് പെട്ടെന്ന് ഓരോ ലെയറിലുള്ളതും എടുക്കാനായിട്ട് പറ്റും. സിപ്ലോക്ക് ബാഗിലാണ് വെക്കുന്നതെങ്കിൽ നേരെയായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ചെയ്യുക. ഇനി ഞാൻ കുറച്ചെണ്ണം പൊരിക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിപ്ലോക്ക് ബാഗ് എവിടെ നിന്നാണ് കിട്ടലെന്ന്. സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടാവും. കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം നോക്കിയാൽ മതി. ഞാനിവിടെ ലുലുന്നാണ് വാങ്ങൽ.
അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് പൊരിച്ചെടുക്കുക. ബാക്കിയുള്ളത് ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ചെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. കൂടെ കെച്ചപ്പും വെച്ചിട്ടുണ്ട്. കെച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒന്നാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു ചിക്കൻ സ്മോക്കി കോൺ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ്. കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നില്ലേ, അതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. മാവിത നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റോളം നന്നായിട്ട് കുഴക്കുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഓയിലാക്കി കൊടുക്കുക. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ചിട്ട് ഒരു 20 മിനിറ്റോളം മാറ്റി വെക്കാം. ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നേരം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ ആ ഒരു കളറെല്ലാം മാറി വൈറ്റ് കളറാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ചിക്കൻ്റെ കളറെല്ലാം വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ചിക്കനെല്ലാം അത്യാവശ്യം വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റി എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലായി ചിക്കനെല്ലാം ഫ്രൈ രൂപത്തിൽ ആയി വരണം. അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ചിക്കനെല്ലാം ഇതുപോലെ എണ്ണ തെളിയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഫ്രൈ രൂപത്തിൽ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ആദ്യം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴന്നോട്ടെ. അപ്പോൾ 1 മിനിറ്റോളം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഇതാ അത്യാവശ്യം വഴന്ന് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളൂ, ബാക്കി ഉള്ളി ക്യാരറ്റ് ഇതെല്ലാം വന്നിനല്ലോ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം ഒന്ന് ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം
ഞാനിതാ ഒരു ചെറിയ കഷ്ണം അലൂമിനിയം ഫോയിൽ ഇതുപോലെ കുഴിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അന്നേരം ഇതാ ചാർക്കോൾ നന്നായിട്ട് പുകയാൻ തുടങ്ങും. അന്നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. പുക ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ അടച്ചു വെക്കുക. ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ചാർക്കോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് തുറന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മാവിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം എടുക്കുന്നത്ര മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അല്പം പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. മാവ് മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 8 ബോൾസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാവ് കൊണ്ട് 2 കപ്പ് മൈദ കൊണ്ട് 8 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചത് നോക്കിയിട്ട് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിന്മേൽ അല്പം മൈദ തൂക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ലോണം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാവ് മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. എല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയത് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം അത്യാവശ്യം നല്ലോണം ചൂടായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഭാഗവും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഒരുപാടൊന്ന് ചപ്പാത്തിയൊന്നും ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കരുത്. ഒന്ന് ചൂടായാൽ മാത്രം മതി 2 ഭാഗവും. ഇത് ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. ഇത് നമ്മൾ കോണാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും എടുത്തിട്ട് നേരെ നടുവിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു അപ്പത്തിനെ 2ആയിട്ട് കട്ടാക്കി എടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശക്കെല്ലാം ബാറ്റർ റെഡിയാക്കുന്നത് പോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഫില്ലിങ്ങിൽ നമ്മൾ വെച്ച ചാർക്കോളിൻ്റെ ഇതുണ്ടല്ലോ അതെടുത്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മയോണീസും കുറച്ച് ചീസും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇല്ലെങ്കിൽ മയോണീസ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ചീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസും മയോണീസെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ ചപ്പാത്തി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഇതുപോലെ ഒന്ന് കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ കോൺ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ അവിടെയും മൈദൻ്റെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഈ ഒരു കോൺ ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ചും ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ കുത്തി നിറച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നടുവിലായിട്ട് അല്പം മൈദ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ അവിടെയും മൈദ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുക്കുക.
അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം ഫില്ലിങ്ങെല്ലാം നിറച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മൈദ ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്ത ആ മൈദയിൽ ഒന്ന് മുക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ആ നേരിയ ടൈപ്പിലുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ മൈദ മുക്കിയ ഭാഗം സേമിയയിൽ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. സേമിയ ഇല്ലെങ്കിലും ബ്രെഡ് ക്രംസ് എടുത്താൽ മതി. ഈ സേമിയ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് സേമിയയിൽ മുക്കിയതിന് ശേഷം മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം മൈദയിൽ മുക്കുക, എന്നിട്ട് ഇതാ സേമിയയിൽ ഇതുപോലെ നന്നായിട്ട് മുക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ റെഡിയാക്കിയിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ വെക്കുന്ന സമയത്ത് അട്ടിക്കട്ടിക്കായിട്ട് വെക്കണ്ട. ഓരോ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു കവറോ വെച്ചിട്ട് വെക്കുക. ആദ്യം ഇത് വെക്കുക, അതിനുശേഷം ബട്ടർ പേപ്പർ വെക്കുക, അതിനുശേഷം ഇത് വെക്കുക. അങ്ങനെ വെച്ചാൽ മതി. നമുക്കൊരു 20-25 ദിവസമൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ചെണ്ണം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ സേമിയ വരുന്ന ഭാഗം ആദ്യം നന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഫില്ലിങ് പുറത്ത് വരും, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആദ്യം ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ കെച്ചപ്പും വെച്ചിട്ടുണ്ട്. കെച്ചപ്പും മുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്ക് ഇതുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ 2 സ്നാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.